ആദേശിന്റെ അടുത്ത് നിന്നും വീട്ടിലേക്ക് കയറി വന്ന മെർജാനെ കണ്ടിട്ട് ആന്റിയും അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നിന്റെ ഹസ്ബൻഡിന്റെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതെ അവനെ ധിക്കരിച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നീ ആരാണെന്നാ നിന്റെ വിചാരം? അപ്പൊ മെർജാന് പറയും, നിങ്ങളോട് വഴക്ക് കൂടാനുള്ള എനർജി തൽക്കാലം ഇപ്പോഴെനിക്കില്ല, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടാവോ എന്ന് മെർജാൻ പറയുന്നത് കേട്ടിട്ട് ജമാലും ആന്റി അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ നോക്കും. പക്ഷേ വീണ്ടും ആന്റി അത് തുടരുമ്പോഴാണ് ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മെർജന്റെ അമ്മയും അവിടേക്ക് വരുന്നത്. ഈ ഒരു സീൻ കണ്ടിട്ട് അവരും മര്യാദക്ക് മെർജന്റെ കയ്യിൽ നിന്ന് വിട് എന്ന് ആന്റിയോട് പറയുമ്പോ ആന്റിയും പറയും, ഇവിടെ നടന്നതിനൊക്കെ മറുപടി പറയിക്കാതെ ഞാൻ ഇവളെ വിടില്ല എന്ന്. അപ്പോഴാണ് അമ്മയും മെർജന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സിങ് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് അവരും എന്ത് പറ്റി മെർജാൻ എന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ചോദിക്കുമ്പോ മെർജാനും ആന്റിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അമ്മയോട് പറയും, അതൊന്നുമില്ല, നമുക്ക് പോകാമെന്ന്. അപ്പോ ആന്റിയും എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നീ എവിടേക്കും പോകില്ല എന്ന് പറഞ്ഞിട്ട് മെർജാനെ തടഞ്ഞു നിർത്തുമ്പോഴാണ് അവളെ വിട്ടേക്ക്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദേശം അവിടേക്ക് വരുന്നത്. ഇത് കേട്ട് അവരെല്ലാവരും ആദേശിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവൻ അവരോട് പറയും, അസ്ലിക്ക് പോയിസൺ കൊടുത്തത് അത് മെർജാൻ അല്ല എന്ന്. അപ്പോ ആന്റിയും ചോദിക്കും, ഇവളല്ലെങ്കിൽ പിന്നെ ആരാണത് ചെയ്തത്? അത് കേൾക്കുമ്പോ തന്നെ മെർജാനും മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്ന ഹൈദറിനോട് പറയും അമ്മയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാൻ. അപ്പോ ഹൈദർ വേഗം അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുമ്പോ അവരും അയാളുടെ കൈ പിടിച്ചിട്ട് ആന്റിയോട് ചോദിക്കും, നിനക്കിപ്പോ മനസ്സിലായില്ലേ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പോകുമ്പോഴുണ്ടാകുന്ന വേദന എന്താണെന്ന്? അത് കേട്ട ആന്റിയും അപ്പൊ നീയാണല്ലോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കഴുത്തിന് കയറി പിടിക്കുമ്പോ ആദേശും മതി നിർത്തുന്ന് പറഞ്ഞ് അവരുടെ നേർക്ക് വരുന്നത് കാണുമ്പോ മെർജാനും വേണ്ട എന്ന് പറഞ്ഞ് അവനെ തടയും. അപ്പോ ആദേശം അവരോട് പറയും, നിങ്ങൾ ചെയ്ത ഈ ഒരു തെറ്റിന്റെ ഫലം എന്തായാലും നിങ്ങൾ അനുഭവിക്കും. അതിന്റെ പണിഷ്മെന്റിന്റെ ഭാഗമായി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡ്സും ഞാൻ ഫ്രീസ് ചെയ്യുകയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്ലി പേയ്മെന്റ് അതും ഈ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടില്ല. ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ഹൈദറും ആദേശിനോട് ചോദിക്കും, പക്ഷേ നമ്മൾ തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റ് അതൊരിക്കലും നീ മറക്കരുത്. അപ്പോ ആദേശം പറയും, അതെങ്ങനെ വേണം എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഇഷ്ടമാണ്. ഇതെല്ലാം വെറും 187 ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ലേ എന്ന് ഹൈദറും അവനോട് ചോദിക്കുമ്പോ, അത്രയും ദിവസം ഞാൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കാൻ മാത്രമേ നിങ്ങൾക്കും സാധിക്കൂ എന്ന് ആദേശം അവരോട് പറയും. ഇത് കേട്ട് കഴിയുമ്പോ എല്ലാവരും അവിടെ നിന്ന് പോകും. ഒപ്പം മെർജാനും ആദേശിനോട് സംസാരിക്കാനായി അവന്റെ പിന്നാലെ പോകുമ്പോ അസ്ലിയും അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയും, ആദേശിനെ പറ്റിച്ച് ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്ന് നീ കരുതണ്ട. അപ്പൊ മെർജാനും പറയും, എനിക്കറിയില്ല നിനക്ക് എന്നോട് എന്താണ് ഇത്ര ദേഷ്യമെന്ന്, എന്തായാലും നീ ചിന്തിക്കുന്നത് പോലെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മെർജാനും ആദേശിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഇപ്പൊ മെർജാനും ആദേശിന്റെ പിന്നാലെ ഓടി വന്നിട്ട് അവനോട് നിൽക്കാൻ വേണ്ടി പറയും. പക്ഷെ ആദേശ് അതൊന്നും മൈൻഡാക്കാതെ നല്ല സ്പീഡിൽ നടന്നു പോവുകയാണ്. അപ്പൊ മെർജാനും ഒന്നുകൂടി സ്പീഡ് കൂട്ടിയിട്ട് അവിടെ നിൽക്കെന്ന് പറഞ്ഞ് വേഗം അവന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴാണ് ആദേശും പെട്ടെന്ന് അവിടെ നിൽക്കുന്നത്. അപ്പൊ മെർജാനും ഓടി വന്ന് അവന്റെ മേത്തേക്ക് വീഴും. അങ്ങനെ മെർജാനെ ആദേശ് പിടിച്ചു നിൽക്കുമ്പോ അവളും ചോദിക്കും, നീ എന്താ ഇത്ര പെട്ടെന്ന് അങ്ങ് നിന്നത്? നീയല്ലേ എന്നോട് നിൽക്കാൻ പറഞ്ഞത് എന്ന് ആദേശ് പറയുമ്പോ മെർജാനും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അവൻ വീണ്ടും ചോദിക്കും, നിനക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പൊ മെർജാനും പറയും, അവരെന്നെ കുറ്റപ്പെടുത്താൻ സമ്മതിക്കാത്തതിന് നിന്നോട് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ അമ്മയെ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ല എന്ന് അവള് പറയുന്നത് കേട്ടിട്ട് ആദേശം ചോദിക്കും, ഞങ്ങൾ എല്ലാവരും നിന്റെ അമ്മയോട് ക്ഷമിക്കണം എന്നാണോ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അപ്പൊ മെർജാനും അവളുടെ കൈ ആദേശിന് നേരെ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഓൾറെഡി അതിനുള്ള ശിക്ഷ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞല്ലോ. അപ്പോ ആദേശം ചോദിക്കും, നിന്റെ അമ്മ കാരണം മാത്രമല്ലേ നിനക്കിങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടിയത്, എന്നിട്ട് പോലും നീ എന്താ സത്യം പറയാതിരുന്നത്? അത് കേട്ട് മെർജാനും അവനോട് പറയും, എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു ഞാനല്ല ഇത് ചെയ്തതെന്ന്. പക്ഷെ അത് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ നീ എന്നെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ലേ ശ്രമിച്ചത്. ഞാനിപ്പോ അനുഭവിച്ചതെല്ലാം എന്റെ അമ്മ കൂടി അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവരെന്നോട് എന്ത് ദ്രോഹം ചെയ്താലും ശരി, അതെന്റെ സ്വന്തം അമ്മയാണ്. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ നിന്റെ അമ്മയെ നീ പ്രൊട്ടക്ട് ചെയ്യില്ലേ? ഇല്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് മെർജാനും അവളുടെ കൈ ആദേശിന് നേരെ നീട്ടിക്കൊണ്ട് പറയും, ദാ ഈ ഒരു മുറിവിന്റെ വേദന അതെന്റെ കയ്യിലല്ല അതെന്റെ മനസ്സിലാണെന്ന്. എന്നിട്ട് മെർജാനും നല്ല വിഷമത്തോടുകൂടെ കുറെ നേരം ആദേശിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആദേശും മെർജാന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകും. നീ ഇതെവിടേക്കാ പോകുന്നത്? മര്യാദക്ക് എന്റെ കയ്യിൽ നിന്ന് വിട് എന്നൊക്കെ മെർജാൻ പറയുന്നുണ്ടെങ്കിലും ആദേശ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ കൊണ്ട് പോവുകയാണ്. എന്നിട്ട് നേരെ റൂമിലേക്ക് വന്ന ശേഷം മെർജാന്റെ കയ്യിലേക്ക് ഓയിന്റ്മെന്റ് കൊടുത്തിട്ട് പറയും,
ഇത് നിന്റെ കയ്യിലിടാൻ. അപ്പൊ മെർജാന് ചോദിക്കും, ഇതിനാണോ ഇപ്പൊ ഇവിടേക്ക് വന്നത്? അപ്പൊ ആദേശം പറയും, നീ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കാതെ ഡ്രസ്സിങ് മാറ്റിയിട്ട് ഓയിൻമെന്റ് കയ്യിലിടാൻ നോക്ക്. അപ്പൊ മെർജാനും നല്ല ദേഷ്യത്തോടെ അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിയെടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവളെ കൊണ്ടത് സാധിക്കാതെ ആ ഓയിൻമെന്റ് താഴേക്ക് വീണു പോകും. അത് കണ്ട ആദേശം ആ ഓയിൻമെന്റ് എടുത്തിട്ട് അത് മെർജന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന ആന്റിയും ഈ ഒരു സീനെല്ലാം കാണുന്നത്. നീ എന്താണ് ആദേശി ചെയ്യുന്നത് എന്ന് മനസ്സിൽ ചോദിച്ച് ദേഷ്യപ്പെട്ട് അവരും അവിടെ നിന്ന് പോകും. അപ്പൊ മെർജാനും ആദേശിനോട് ചോദിക്കും, പുറമേയുള്ള വേദനയ്ക്കല്ല, എന്റെ മനസ്സിലുള്ള വേദനയ്ക്ക് പറ്റിയ എന്തെങ്കിലും ഓയിൻമെന്റ് നിന്റെ അടുത്തുണ്ടോ എന്ന്. അത് കേട്ട് ആദേശം അവളോട് പറയും, ഒരുപാട് വർഷങ്ങളായി ഞാനും അത് അന്വേഷിച്ച് നടക്കുകയാണ്. ഇനി നിനക്കെങ്ങാനും അത് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എനിക്ക് കൂടി തരണം. അത് കേട്ട് മെർജാന് കരയുമ്പോ ആദേശ് അവളുടെ കയ്യിൽ ഓയിൽമെന്റ് ഇട്ട് കൊടുത്ത ശേഷം പുതിയ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു കൊടുക്കും. ആ ഒരു ടൈമിലാണ് മെർജാന്റെ ഫോണിലേക്ക് നസറിന്റെ കോള് വരുന്നത്. അപ്പൊ മെർജാനും മരുന്നിട്ട് തന്നതിന് ആദേശിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് കോൾ എടുക്കാൻ വേണ്ടി ഫോണും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ മെർജാനും പുറത്തു നിൽക്കുന്നത് കണ്ടിട്ട് ജമാലും അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരില് ഞങ്ങൾ എല്ലാവരും കൂടെ നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു, അതിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന്. മെർജാനും അത് സാരമില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് ജമാലും വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകും. എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറി എന്നറിയുമ്പോഴാണ് മെർജാനും ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടുന്നത്. അങ്ങനെ മെർജാനും നസറിനെ വിളിക്കുമ്പോഴാണ് അവൻ പുതിയൊരു പ്രൊജക്ടിന്റെ കാര്യം മെർജാനോട് പറയുന്നത്. അപ്പൊ മെർജാൻ പറയും, ഇതേപ്പറ്റി പറയാൻ വേണ്ടി ഞാനും നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. നേരത്തെ ആദേശാണ് എന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചത്, എന്നെ മാത്രമല്ല നിന്നെയും എന്റെ അച്ഛനെയും കൂടെ. അപ്പൊ നസീർ പറയും, മെർജാൻ അവൻ രക്ഷിച്ചത് നമ്മളെയല്ല അവനെ തന്നെയാണ്. അത് കേട്ടിട്ട് മെർജാന് പറയും, ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ ഇനിയൊരു പ്രൊജക്ട് ചെയ്യുമ്പോ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നസീർ പറയും, ഓക്കെ മെർജാൻ, നീ എന്ത് ചെയ്താലും ശരി, നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന്. ഇപ്പൊ മെർജാനും തിരിച്ചു വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോ ആന്റി നല്ല ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളുടെ പൊള്ളിയ കയ്യില് നന്നായിട്ട് പിടിച്ചമർത്തിയ ശേഷം പറയും, ഇതിവിടെ കഴിഞ്ഞു എന്ന് നീ വിചാരിക്കണ്ട. മെർജാൻ വേദന കൊണ്ട് കരയുന്ന സമയത്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആദേശം അവിടേക്ക് വരുന്നത്. ആന്റിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് ആദേശം അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറയും, മെർജാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ആന്റി ഇങ്ങനെ അവളെ വീണ്ടും ഉപദ്രവിക്കുന്നത്? അപ്പൊ ആന്റിയും പറയും, ഇവളെ നീ എങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട എന്ന്. ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരും അവിടെ നിന്ന് പോകും. അപ്പോ ആദേശം വേദന എടുത്ത് കരയുന്ന മെർജാന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറയും, നീ ഇനിയും ഈ വേദനയൊന്നും സഹിച്ചു നിൽക്കേണ്ട, നമുക്ക് വേഗം ഡോക്ടറെ കാണാൻ പോകാമെന്ന്. അപ്പൊ മെർജാനും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദേശിന്റെ നെഞ്ചിൽ കൈവച്ചിട്ട് പറയും, നിന്റെ ഈ മനസ്സില് വളരെ നന്മയുള്ള ഒരു വ്യക്തിയുണ്ട്, പക്ഷെ അതിനെ പുറത്തേക്ക് വരാൻ സമ്മതിക്കാതെ നിന്റെ ദേഷ്യം കൊണ്ടും ബലം കൊണ്ടും നീ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും നിന്നെ തോൽപ്പിച്ചുകൊണ്ട് നീ അറിയാതെ തന്നെ അത് പുറത്തേക്ക് വരാറുണ്ട്. അത് കേട്ട് പതറിപ്പോയ ആദേശം എനിക്ക് വാർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകും. അതിനുശേഷം മെർജാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഒരു ചായ വേണമെന്ന് പറയുമ്പോ അവിടെ ആരെയും കാണില്ല. അങ്ങനെ മെർജാനും അവൾക്ക് വേണ്ടി തനിയെ ചായ ഇടുമ്പോ ഒരെണ്ണം ആദേശിന് കൂടി ഇടുകയാണ്. ആദേശ് ജമാലിനോടും മസ്ലിയോടും കൂടെ പറയും, എന്തൊക്കെ സംഭവിച്ചാലും ശരി നസറിനെ നമ്മുടെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം. ഈ ഒരു ടൈമിലാണ് ആദേശിനുള്ള ചായയുമായിട്ട് മെർജാനും അവിടേക്ക് വരുന്നത്. ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടി മെർജാനും അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ നിൽക്കുമ്പോ മെർജാൻ അവിടെ നിൽക്കുന്നതെല്ലാം ആദേശം കണ്ടിട്ടുണ്ടാകും. എന്നിട്ട് അവൾ കേൾക്കാൻ വേണ്ടി തന്നെ അവൻ പറയും, ഹൈദറിന്റെയും മെർജാന്റെ സിഗ്നേച്ചറിന്റെ വാല്യൂ നമുക്ക് റദ്ദാക്കാമെന്ന്. എന്നിട്ട് അവൻ വേഗം തന്നെ ഡോറ് തുറന്നിട്ട് നേരെ മെർജാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അസ്ലിയോടും ജമാലിനോടും അവൻ ഏൽപ്പിച്ച പണി ചെയ്തോളാൻ വേണ്ടി പറയും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി കഴിയുമ്പോ അകത്തേക്ക് വന്ന മെർജാനോട് ആദേശം ചോദിക്കും, എത്ര നേരമായി കാണും ഇവിടെ നിന്ന് നീ ഇതെല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ മെർജാനും പറയും, അതെത്രയാണെങ്കിലും ശരി, ഞാൻ വേണ്ട എന്ന് വെച്ച കാര്യം നീ കാരണം മാത്രം ഞാൻ വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. എന്നിട്ട് അവള് വേഗം നസറിന് ഫോൺ ചെയ്തിട്ട് പറയും, ഞാൻ എന്റെ തീരുമാനം മാറ്റി, നമുക്ക് ആ പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പൊ നസറും നല്ല തീരുമാനം എന്ന് അവളോട് പറയുമ്പോ ആദേശം അവളോട് ചോദിക്കും, ഇതെന്താണെന്ന്. അപ്പൊ മെർജാന് പറയും, ഞാനും നസീറും ഓൾറെഡി ഒരു പ്രൊജക്ട് സൈൻ ചെയ്തിരുന്നു, പക്ഷേ ഞാനത് വേണ്ട എന്ന് വെച്ചതാണ്. ഇപ്പോ ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഞാനും നസീറും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു നിനക്കെതിരായിട്ട്. അത് കേട്ട് ആദേശം മെർജാനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, ഇത് ചെയ്യാനായിട്ട് നിനക്ക് എന്റെ പെർമിഷൻ കിട്ടിയോ എന്ന്. അപ്പൊ മെർജാന് പറയും, എനിക്ക് നിന്റെ പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് കഴിയുമെങ്കിൽ നീ ഇതൊന്ന് നിർത്തി കാണിക്ക്. വേഗം തന്നെ ആദേശ്
മെർജൻ അവനു വേണ്ടി കൊണ്ടുവന്ന ചായയുടെ ഗ്ലാസ് അവളെ എടുത്ത് കാണിച്ചിട്ട് പറയും, നീ ഈ ഗ്ലാസ് കണ്ടില്ലേ, ഇത് വെറുതെ ഒന്ന് അനക്കണമെങ്കിൽ പോലും നിനക്ക് എന്റെ പെർമിഷൻ വേണം എന്നവൻ പറയുമ്പോ മെർജനും ആ ഗ്ലാസ് വാങ്ങി താഴെ വെച്ചിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ആദിഷ ഗ്ലാസ് എടുത്തിട്ട് മെർജനോടുള്ള ദേഷ്യം കൊണ്ട് അത് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കും. അത് കണ്ട് മെർജൻ പേടിച്ചു നിൽക്കുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ്ട്രാമ.